എൻ്റെ പേര് പൂച്ചപ്പര എസ് ശ്രീകുമാർ. ഇതെൻ്റെ ഒരു ചെറുകഥയാണ്. കഥയുടെ പേര് അത് അവൾ അല്ല. ബോണക്കാട് കാട് കണ്ടിറങ്ങുമ്പോൾ തോന്നിയ ഹൃദയത്തിൻ്റെ വിങ്ങൽ ഓർക്കുമ്പോൾ ഇന്നും കണ്ണ് നനയും. അതിരാവിലെ കുന്നു കയറുമ്പോൾ തോന്നിയ ആവേശം ഇപ്പോൾ കുറഞ്ഞു. കാടിൻ്റെ വശ്യത, ഭീകരത എല്ലാം അപ്പോൾ അടുത്തറിയാൻ പറ്റി. എൻ്റെ ഔദ്യോഗിക പരിധിയിലാണ് ബോണക്കാട്, പൊന്മുടി, പേപ്പാറ, കല്ലാർ മുതലായ സ്ഥലങ്ങൾ. ഇന്നലെ രാജേഷും ലിജോ ജേക്കബും ഓഫീസിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. ഒറ്റയ്ക്ക് ബോണക്കാട് പോകരുത്. എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ആരും അറിയില്ല. ഫോൺ റേഞ്ച് പോലും കിട്ടില്ല. ഈ സംസാരമാണ് ഒന്ന് ഒറ്റയ്ക്ക് പോകണം എന്ന ചിന്ത എനിക്ക് തോന്നിയത്. വിതുര ജെഴ്സി ഫോമിൻ്റെ അടുത്ത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവർ സഞ്ചാരികളെ അകത്തേക്ക് വിടാറില്ല. ഞാൻ എൻ്റെ ഹെൽത്ത് സൂപ്പർവൈസർ ഐഡൻറ്റി കാർഡ് കാണിച്ച് ഔദ്യോഗിക വാഹനം ഇല്ലാതെ സ്വന്തം കാറിൽ സ്വയം ഓടിച്ച് കയറുമ്പോൾ മനസ്സിൽ ആവേശം മുളപൊട്ടി. വലിയ കുന്നിൻ്റെ മുകളിൽ നിന്നും കാണുന്ന ഇടതൂർന്ന കൊടും കാടിൻ്റെ മുകൾ ഭാഗത്തെ പച്ച വിരിപ്പ് നോക്കിയാൽ എനിക്ക് മതിവരില്ല. കുന്നുകൾക്കിടയിലൂടെ അകലെ കാണുന്ന പേപ്പാറ ഡാം വലിയ മനോഹരം തന്നെയാണ്. അങ്ങേറ്റം തകർന്നു തുടങ്ങിയ തേയില കമ്പനിയുടെ ഓഫീസ് കെട്ടിടത്തിൻ്റെ അടുത്ത് വച്ചാണ് ഞാൻ ആ തമിഴനെ പരിചയപ്പെട്ടത്. വളരെ ചെറിയ കണ്ണുകളുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു നായയും ഉണ്ടായിരുന്നു. 4 മണിക്ക് മുൻപ് കാടിറങ്ങണം. അത് കഴിഞ്ഞാൽ വന്യമൃഗത്തിന് കൂട്ടത്തോടെ ഇര തേടി ഇറങ്ങും, തമിഴൻ പറയുകയാണ്. ആനയെ കണ്ടാൽ ഓടരുത്, അനങ്ങാതെ നിന്നാൽ മാത്രം മതി. കരടിയെ കണ്ടാൽ വേഗത്തിൽ ഓടണം. കടുവ, പുലി ഇവയെ കണ്ടാൽ പിന്നെ ഒന്നും ചെയ്യണ്ട. എൻ്റെ കണ്ണിലെ പേടി കണ്ടിട്ട് തമിഴൻ വീണ്ടും ചിരിച്ചു പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, പെട്ടെന്ന് കുന്നിറങ്ങിക്കോ. മനസ്സിലെ ഭയത്തെ അവഗണിച്ചുകൊണ്ട് ഞാൻ ബോണക്കാടിൻ്റെ ഉള്ളിലെ ഗോസ്റ്റ് ഹൗസ് കാണാൻ വണ്ടിയിൽ പുറപ്പെട്ടു. ഈ ഗോസ്റ്റ് ഹൗസിൽ മുൻപ് ഒരു കൗമാരക്കാരി കൊല്ലപ്പെട്ടെന്നും പിന്നെ അവൾ പ്രേതമായി മാറിയെന്നും ഒടുവിൽ അവളെ പേടിച്ച് ആരും ഇവിടെ താമസിക്കാറില്ല എന്നും പുറത്ത് കഥയുണ്ട്. ഇപ്പോഴും അവളെ ഇവിടെ കണ്ടവരുണ്ട്. വളരെ മുൻപ് വെള്ളക്ക നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ അകത്ത് വളരെ പണ്ട് പണിത ബാത്ത് ടബ് ഞാൻ കണ്ടു. ഞാൻ അതിൽ നോക്കി. അതിൽ എണ്ണാൻ കഴിയാത്തത്ര പാമ്പുകൾ കൂടിക്കിടക്കുന്നു. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു ഭീകരത നിഴലിക്കുന്ന കാഴ്ച. സൂര്യൻ താൻ തുടങ്ങിയപ്പോൾ ഈ കെട്ടിടത്തിൻ്റെ വന്യമൃഗങ്ങൾ വിശ്രമിക്കാൻ വന്നു തുടങ്ങും. പൊളിഞ്ഞ കുതിരാലയത്തിൻ്റെ കുറുക്കന്മാർ വെട്ടിക്കിടക്കുന്നതും എനിക്ക് കാണാൻ പറ്റി. ചെങ്കുത്തായ കയറ്റം ഞാൻ കാർ ഓടിച്ചു കയറ്റി. കയറ്റത്തിൻ്റെ ചില ഭാഗത്ത് ഉയരത്തിൽ നിൽക്കുന്ന പാറ കഷ്ണങ്ങൾ കാറിന് തടസ്സം സൃഷ്ടിച്ചു. പക്ഷേ ഇറക്കം മരണ ഓട്ടം തന്നെയായി. ബ്രേക്ക് മുഴുവൻ കൊടുത്തിട്ടും കാറിൻ്റെ വീലുകൾ മുന്നോട്ട് ഉരുളുന്ന ദയനീയ ഭീകര അവസ്ഥ. മണിക്കൂറുകൾ എടുത്ത് ഇറക്കം ഇറങ്ങുമ്പോൾ മഴ കൊടും വില്ലനായി വന്നു. മഴയുടെ കറുത്ത ആവരണത്തിൽ കാറിൻ്റെ വെളിച്ചം എവിടെയൊക്കെയോ തടയുന്നു. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഉയർത്തിവച്ച കാറിൻ്റെ ഗ്ലാസ് ഞാൻ പതുക്കെ താഴ്ത്തി. ഇഷ്ടമില്ലാത്ത പെണ്ണിൻ്റെ വാക്കുപോലെ തണുത്ത മഞ്ഞ് അവിടേക്ക് തുളച്ചു കയറി. ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഗ്ലാസ് വീണ്ടും ഉയർത്തിവച്ചു. മനസ്സിൽ വെപ്രാളം വന്നാൽ അത് കണ്ണ് പറയുന്നത് പോലെ കാറിൻ്റെ ഹെഡ്ലൈറ്റ് വെളിച്ചം തിടുക്കം കാട്ടി. മനസ്സെന്നും പരാജയമാണെന്നത് തെളിയിച്ചുകൊണ്ട് കടുത്ത മഞ്ഞിനെ കീറി മുറിക്കാൻ കാറിൻ്റെ വെളിച്ചത്തിന് ആകുന്നില്ല എന്ന് എനിക്ക് അറിയാൻ പറ്റി. ഇരുട്ടിൽ മരണത്തെ ഞാൻ കണ്ടു. ഞാൻ പേടിയോടെ കാർ നിർത്തി, പുറത്തിറങ്ങി. പരിഹാസച്ചിരിയോടെ തണുത്ത കാറ്റ് കടന്നുപോയി. അടുത്തെവിടെയോ വന്യമൃഗങ്ങൾ ഗർജിക്കുന്നു.
ഞാൻ നോക്കിയപ്പോൾ കാറിൻ്റെ ടയർ നിൽക്കുന്നത് ആനയുടെ പിണ്ടത്തിലാണ്. ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ഞാൻ ദൂരേക്ക് നോക്കി. കുന്നിൻ്റെ ചരിവിൽ ഒരു ചെറിയ വെളിച്ചം കാണുന്നു. ഞാൻ അങ്ങോട്ട് നടന്നു. കടുത്ത ഇരുട്ടിൽ വഴി കാണുന്നില്ല. ഇരുട്ട് വഴിയെ വിഴുങ്ങിക്കഴിഞ്ഞിരുന്നു. കാലിൽ എന്തോ തടഞ്ഞു. പാമ്പാണോ? ആയിരിക്കും. ഞാൻ ചാടി മാറിയപ്പോൾ തെന്നി വീണു. എണീക്കാൻ വളരെ പ്രയാസപ്പെട്ടു. ഫോൺ ഓഫായിപ്പോയി. കുറച്ച് വെളിച്ചം കിട്ടിയെങ്കിലെന്ന് എൻ്റെ മനസ്സ് കേണു. ദൈവത്തിൻ്റെ കണ്ണുകൾ പോലെ അതാ ഒരു കൂട്ടം മിന്നാമിനുങ്ങുകൾ എനിക്ക് വെളിച്ചം നൽകി. വെളിച്ചം വഴി കാട്ടുന്നു. എന്നാൽ ഞാൻ ആ മിന്നാമിനുങ്ങിനെ ഹൃദയം പൊട്ടി നോക്കി. മനസ്സിൽ നിന്നും വിരഹവേദന കണ്ണുനീരായി പുറത്തു വന്നു. കാരണം മിന്നാമിനുങ്ങിനെ വളരെ സ്നേഹിച്ചിരുന്ന എൻ്റെ മാത്രമായിരുന്ന ശാലിനിയെ എനിക്ക് ഓർമ്മ വന്നു. തീപ്പെട്ടിക്കൂട്ടിലും ഉള്ളം കൈയിലും മിന്നാമിനുങ്ങിനെ അടച്ച് അതിൻ്റെ ഭംഗിയുള്ള വെളിച്ചം ആസ്വദിക്കുമ്പോൾ ആ മിന്നാമിനുങ്ങൾ താനാണെന്ന് പറയുന്ന ശാലിനി, മിന്നാമിനുങ്ങിന് വേണ്ടി എന്നോട് പിണക്കം കാണിക്കുന്ന എൻ്റെ പെണ്ണ്, കൈക്കുള്ളിൽ എന്നും കാണും എന്ന് ഞാൻ കരുതിയ എൻ്റെ പെണ്ണ് ഒരു നാൾ അവളെ കാണാതായി. ഏത് എസ്റ്റേറ്റുകാരൻ്റെ കൂടെ വാങ്ങഴിച്ചയച്ചു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. എന്നാലും തീപ്പെട്ടിക്കൂട്ടിലും കൈക്കുള്ളിലും ഞാൻ അവളെ എന്നും വരുതുമായിരുന്നു. കാണാൻ കഴിഞ്ഞില്ല. മനസ്സിൻ്റെ ഓട്ടത്തിൽ ചെരുവിലെ വീട്ടിൽ ഞാനെത്തി. വളരെ ചെറിയ വീട്. അകത്തു നിന്നും ഒരു കുഞ്ഞ് കരയുന്നു. ഞാൻ ഉറക്കെ ഒന്ന് ചുമച്ചു. ഒരു കയ്യിൽ കുഞ്ഞും മറുകൈയിൽ ഒരു ചെറു വിളക്കുമായി ഒരാൾ വന്നു. ആരാ? ആ സ്ത്രീ ശബ്ദം. ഞാൻ ഞെട്ടി. ആ ശബ്ദം മണ്ണെണ്ണ വിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഞാൻ അവ്യക്തമായ ആ മുഖം കണ്ടു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. കറുത്ത ഇരുട്ടിനെയോ വന്യമൃഗങ്ങളെയോ മഞ്ഞുപാളുകളെയോ ഞാൻ കണ്ടില്ല. എവിടെയൊക്കെയോ വീണു, എവിടെയൊക്കെയോ മുറിഞ്ഞു. എന്നാൽ മനസ്സിലേറ്റ മുറിവ് കത്തിക്കയറുന്നു. കാർ കുതിച്ച് ഞാൻ പായിക്കുമ്പോൾ മനസ്സിൽ ഉറക്കെ പറഞ്ഞു, അത് അവൾ അല്ല, അത് അവൾ അല്ല, അതവൾ ഒരിക്കലും ആകരുത്.